ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മായാവി ട്രേഡിംഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സാധാരണ ഞാൻ പറയുന്ന പോലെ, അല്ലെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ, 18 വയസ്സിന് മേലെയുള്ള ആൾക്കാർ മാത്രം ട്രേഡ് ചെയ്യുക. ട്രേഡിംഗ് എന്ന് പറയുന്നത് ഹൈലി റിസ്ക് ഉള്ള ഒരു മേഖലയാണ്. അതുപോലെ തന്നെ നമുക്ക് അത്രയും നല്ല പ്രോഫിറ്റ് കിട്ടുന്നൊരു മേഖല തന്നെയാണിത്. പക്ഷേ നമുക്ക് നല്ലതായിട്ടുള്ള നോളജ് ഇല്ലാതെ, നമുക്ക് പ്രാക്ടീസ് ഇല്ലാതെ നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പൈസ മുഴുവനും ഇത് കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ റിസ്ക് വാണിംഗ് ഒക്കെ നന്നായിട്ട് നോക്കുക. അതുപോലെ തന്നെ പ്രാക്ടീസാണ്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഡെമോ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു സെഗ്മെൻ്റ് ഉണ്ട് ഇതിൽ. ആ ഡെമോ അക്കൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ ക്യാപ്പബിലിറ്റി അനുസരിച്ച് മാത്രം നിങ്ങൾ റിയൽ അക്കൗണ്ടിലേക്ക് ട്രേഡ് ചെയ്യാൻ ഇറങ്ങുക. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് പറയുന്നത് 18 വയസ്സിന് മേലുള്ളവർ മാത്രം ചെയ്യുക. ഈ വാണിംഗ് കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സ്ട്രാറ്റജിയും കാര്യങ്ങളൊന്നുമല്ല. ഇന്ന് ജസ്റ്റ് നമ്മൾ ഓടിച്ചു വിടുന്നല്ല പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ VIP ഗ്രൂപ്പിൽ എങ്ങനെയാണ് സിഗ്നൽസും കാര്യങ്ങളൊക്കെ എടുക്കണേ, അല്ലെങ്കിൽ VIP ഗ്രൂപ്പിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ AI ഗ്രൂപ്പിൽ എങ്ങനെയാണ് സിഗ്നൽസ് എടുക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഞാനൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ്. ഓക്കെ, ഇതിപ്പോൾ ഇന്നത്തെയാണ്. ഇവിടെ കണ്ടറിയാം, നവംബർ 15 സെക്കൻഡ് സെക്ഷൻ കഴിഞ്ഞു. ഫസ്റ്റ് സെക്ഷൻ ഇത് കോട്ടക്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, ബിനോമിയും ഇത് തന്നെയായിരിക്കും സ്ഥിതി. ഓക്കെ, അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഇതുപോലൊരു പെയർ വരും, അല്ലെങ്കിൽ ഒരു ഇത് വരും. പെയറിൻ്റെ നെയിം ഞാൻ ആദ്യം അയക്കും. ഓക്കെ, ഇങ്ങനെ അയക്കും, USD PKR OTC. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, USD PKR OTCയിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ പെയർ നിങ്ങൾ എടുക്കണം. എടുത്തതിന് ശേഷം നിങ്ങൾ പുട്ടെന്ന് പറഞ്ഞിട്ടാണ്. പുട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം താഴോട്ടാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇത് തരുന്നത് ഈ ക്യാൻഡിൽ, ഇതൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു ക്യാൻഡിൽ കഴിയുന്നതിനൊരു 10 സെക്കൻഡ് മുമ്പായിരിക്കും ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ട്രേഡ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ സിഗ്നൽ തരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത ക്യാൻഡിലാണ് നിങ്ങൾ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ എന്താ ചെയ്യാം, ഈ ടൈമിങ് നോക്കിക്കേ. ഇത് 2 വിധത്തിലുണ്ട്. ഒന്ന് ടൈമർ ഉണ്ട്, ഒന്ന് നോർമൽ ടൈം ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ നോർമൽ ടൈമാണ് വേണ്ടത്, ടൈമർ വേണ്ട, നോർമൽ ടൈമാക്കുക. ഇവിടെ നിങ്ങൾ എത്രയാണോ എമൗണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ എമൗണ്ട് ഇടുക. എന്നിട്ട് ഡൗൺ എന്ന് പറയുമ്പോൾ അതാ ഈ ഒരു ബട്ടൺ കണ്ടോ, ഡൗൺ കണ്ടോ, ഈ ഡൗണിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ആകുമ്പോൾ തന്നെ ഈ ഡൗൺ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇത് നിങ്ങൾ ഡെമോ അക്കൗണ്ടിൽ ഒരു 3, 4, 5 പ്രാവശ്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് അങ്ങ് കയറിയിട്ട് സിഗ്നൽ വന്നല്ലോ ഞാൻ അങ്ങോട്ട് എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഡെമോ അക്കൗണ്ടിൽ നിങ്ങൾ ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യുക. കാരണം എന്തിനും നമുക്കൊരു പ്രാക്ടീസ് ആവശ്യമാണ്, അല്ലേ? ഓക്കെ, ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ടൊക്കെ തോന്നും, പക്ഷേ ഇത് അത്രയ്ക്ക് സിമ്പിളല്ല. ഓക്കെ, കാരണം മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ അടങ്ങും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ തന്നെ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ക്യാൻഡിൽ നിങ്ങളോട് അപ്പ് എടുക്കാൻ പറഞ്ഞു. ഇത് ഗ്രീനിൽ തന്നെ ക്ലോസ് ചെയ്തേ. നിങ്ങളുടെ എൻട്രി ഇവിടെ എങ്ങാനും, ഇതിൻ്റെ മേലെ എങ്ങാനും, ഈ ഒരു സാധനത്തിൻ്റെ ഇവിടെ ഒക്കെ നിങ്ങൾക്ക് കാണുന്നു എന്ന് വിചാരിക്കുന്നു. ഒരു മിനിറ്റ്. ഓക്കെ, നിങ്ങളുടെ എൻട്രി ഈ ഒരു ഭാഗത്തെങ്ങാനും ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് ലോസാണ് വരിക. ഇത് ഈ ഒരു ഭാഗത്താണെങ്കിൽ മാത്രമേ എൻട്രി വരുള്ളൂ. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഉണ്ടാവുന്നതിന് മുമ്പ് ഇവിടെ വെച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയും, ഇത് നെക്സ്റ്റ് ക്യാൻഡിൽ അപ്പിലേക്കാന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, അവിടെ ലോസ് വരും. അപ്പോൾ ആ ലോസ് നമ്മൾ റിക്കവർ ചെയ്യുന്നത് അത് വേറെ കാര്യം. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ മാർക്കറ്റിലുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് എളുപ്പമുള്ള കാര്യമാണെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യൂ. പ്രാക്ടീസ് നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ എന്താ പറ്റും, നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് ട്രേഡ് എടുക്കാനും ഇതാക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, VIP ഗ്രൂപ്പിൽ, ഇതാണ് നമ്മുടെ അൾട്രാ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ VIP ഗ്രൂപ്പാണ്, ഫ്രീ ഗ്രൂപ്പാണ്. ഓക്കെ, ഫ്രീ ഗ്രൂപ്പാണിത്. ഇതിൽ 10 മണിക്കുണ്ട്, 11 മണിക്കുണ്ട്, 12 മണിക്കുണ്ട്, 1 മണിക്കുണ്ട്, 2 മണിക്കുണ്ട്, പിന്നെ രാത്രി 9 മണിക്ക്, 10 മണിക്ക്. ഈ രാത്രി 10 മണിൻ്റെ ഉള്ളത് മാർക്കറ്റ് ഓക്കെ ആണെങ്കിൽ നമ്മൾ ഗൂഗിൾ മീറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഗൂഗിൾ മീറ്റിൽ നിങ്ങൾക്ക് എനിക്കും എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ട് ഇതാക്കിക്കൊണ്ട് നമുക്ക് ട്രേഡ് എടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഇത് കോട്ടക്സിൻ്റെ ട്രേഡിങ് പോകുന്നത്. ഇനി ബിനോമിൻ്റെ ആണെങ്കിൽ രാത്രി 9 മണിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒറ്റ സെക്ഷനേ ഉണ്ടാവുള്ളൂ. ഓക്കെ,
പിന്നെ ഇതാണ് അടുത്തത് ഇവിടെ ഇത് നമ്മൾ എന്താ കൊടുക്കണേ, ഇത് അഡ്വാൻസ് സിഗ്നൽസ്. നമ്മളിപ്പോൾ ഇതേപോലെ ലൈവ് സിഗ്നൽസ് കൊടുത്തു, അതിനോടൊപ്പം തന്നെ അഡ്വാൻസ് സിഗ്നൽസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതാണ് അഡ്വാൻസ് സിഗ്നൽസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിൽ. ഓക്കെ, അപ്പോൾ അതും എടുക്കേണ്ടത് ഇതുപോലെയാണ്. നിങ്ങൾക്ക് ഓൾറെഡി ടൈം ഇവിടെ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ കാണുന്നുണ്ടാവും ഓൾറെഡി ടൈം. ഓക്കെ, ടൈമാണ് 20:32 എന്ന് പറഞ്ഞ ടൈം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കുക 20:32 ഏത് പെയറാണ്, ആ പെയറിൽ പോയിട്ട് 20:32 തന്നെ താഴോട്ട് ട്രേഡ് എടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇതെങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത്. പിന്നെ നമ്മുടെ എന്താ പറയുക, എന്തെങ്കിലും ഇൻഫർമേഷൻ കാര്യങ്ങൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു ക്യാൻഡിലിൽ ഞാൻ സിഗ്നൽ തന്നു വെക്കുക, അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൽ സിഗ്നൽ തന്നു, നിങ്ങൾ ശ്രദ്ധിക്കണം. വെയിറ്റ്, ഈ ഒരു ക്യാൻഡിലിൽ ഞാൻ നിങ്ങൾക്ക് അപ്പിലേക്ക് സിഗ്നൽ തന്നു നോക്കാം. ഈ ക്യാൻഡിൽ ഇവിടെ റെഡായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എൻട്രി ഇവിടെയാണെന്ന് വെക്കുക, ഇതിന് വേറെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് ലോസ് ആയി എന്ന് വെക്കുക. ഈ ഒരു ക്യാൻഡിൽ ലോസ് ആയി. ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നെക്സ്റ്റ് ക്യാൻഡിൽ, ഈ അടുത്ത ക്യാൻഡിൽ നിങ്ങൾ തന്നെ, പിന്നെ എൻ്റെ എൻ്റെ ഒരു ഇൻഫർമേഷൻ വരാൻ നിങ്ങൾ വെയിറ്റ് ചെയ്തത്, നിങ്ങൾ തന്നെ ഡബിൾ എമൗണ്ട് ഇട്ടിട്ട്, ഞാനിവിടെ എങ്ങോട്ടാണ് അപ്പിലേക്കാണ് എൻട്രി ചെയ്യുന്നത്, നിങ്ങൾ അപ്പിലേക്ക് തന്നെ ട്രേഡ് എടുക്കുക, ഒറ്റ പ്രാവശ്യം എടുക്കുക. അതിനെയാണ് നമ്മൾ MTG എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ, ഒരു മിനിറ്റ്, ഈ റെഡ് ക്യാൻഡിൽ, ഞാൻ നിങ്ങൾക്ക് അപ്പിലേക്ക് നിങ്ങൾക്ക് തന്നു, ട്രേഡ് എടുക്കാൻ പറഞ്ഞു. ഓക്കെ, അത് മാർക്കറ്റിൻ്റെ എറോ എന്തോ കാര്യം കൊണ്ട് നമുക്ക് ലോസായി. അത് ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ 100 രൂപയ്ക്കാണ് ഇവിടെ ട്രേഡ് എടുത്തതെന്ന് വെക്കുക, നിങ്ങൾ എന്ത് ചെയ്യണം, ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ആവുന്നതിന് അപ്പം തന്നെ നിങ്ങൾ 200 രൂപയ്ക്ക്, ഇവിടെ 100 രൂപയാണ്, ഇതിന് ഡബിൾ എമൗണ്ട് ഇട്ട് 200 രൂപയ്ക്ക് നിങ്ങൾ ഇവിടെ അപ്പിലേക്ക് തന്നെ നിങ്ങൾ ട്രേഡ് എടുക്കണം. അതിനെയാണ് 1 സ്റ്റെപ്പ് MTG എന്ന് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് MTGൻ്റെ ഒരു സ്റ്റാർട്ട്, അല്ലെങ്കിൽ MTG എങ്ങനെ എടുക്കണമെന്നുള്ളതിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അപ്പോൾ MTG അങ്ങനെ. ഇനിയിപ്പോൾ ഡൗണിലേക്കാണെങ്കിലോ, ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഡൗണിലേക്ക്, ഈ ഒരു ക്യാൻഡിലിൽ ഞാൻ ഡൗണിലേക്ക് തന്നു, ഈ ഒരു ക്യാൻഡിൽ ലോസായി. എന്ത് ചെയ്യണം, നിങ്ങൾ അടുത്ത ക്യാൻഡിൽ ഡബിൾ എമൗണ്ട് ഇട്ടിട്ട് നിങ്ങൾ താഴോട്ട് തന്നെ എൻട്രി എടുക്കുക. അത്രയേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ലൈവ് സിഗ്നലിൽ ഞാൻ സിഗ്നൽ തരുമ്പോൾ എങ്ങനെ, ഇതേപോലെ കോള് കണ്ടോ, ഇവിടെ കണ്ടോ ലോസായി, കണ്ടോ ഇത് കണ്ടോ ലോസ് വരുന്നത് നമ്മൾ റിക്കവർ ചെയ്യാൻ വേണ്ടി നമ്മുടെ അടുത്ത സിഗ്നൽ റിക്കവർ വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ നിങ്ങൾക്ക് തരും. ലോസ് എന്ന് പറയുന്ന സംഗതി വന്നു കഴിഞ്ഞാൽ അതിനെ റിക്കവർ ചെയ്യാനുള്ള സിഗ്നൽസും നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ അവോയ്ഡ് ഇത് വരുന്നത് ലൈവ് സിഗ്നലല്ല, ഇതേപോലുള്ള എന്താ പറയുക അഡ്വാൻസ് സിഗ്നൽസ്. ഇതേപോലെ ഞാൻ അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് സിഗ്നലിൻ്റെ ഇത് തരുന്നതിൽ മാത്രമാണ് ഇങ്ങനെ ഉണ്ടാവുക. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് അവോയ്ഡ് ഈഫ് പ്രീവിയസ് ക്യാൻഡിൽ ഈസ് ഡോജി ഓർ അവോയ്ഡ് ബാക്ക് ടു ബാക്ക് 3 ഓപ്പോസിറ്റ് ക്യാൻഡിൽ. ഓക്കെ, അപ്പോൾ നിങ്ങളോട് എന്താ പറഞ്ഞേക്കണേ, യൂറോ USDൻ്റെ ഇതെടുക്കുക എന്ന് പറയും. അപ്പോൾ യൂറോ USDൻ്റെ നിങ്ങൾ പെയർ എടുത്തു. ഓക്കെ, പെയർ എടുത്തു നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം നമുക്ക് നോക്കാം. എന്താണ് അവോയ്ഡ് ഈഫ് പ്രീവിയസ് ക്യാൻഡിൽ ഡോജി. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് 11:30, ഞാനൊരു എക്സാമ്പിൾ പറയുന്നു മാത്രമേ ഉള്ളൂ. ഈ USD PKRൻ്റെ ഇതാണ്, പക്ഷേ ഞാനൊരു എക്സാമ്പിൾ പറയുന്നു മാത്രമേ ഉള്ളൂ. 11:34 ക്യാൻഡിൽ ശ്രദ്ധിക്കുക. 11:34 ക്യാൻഡിൽ നിങ്ങൾക്ക് അപ്പ് എടുക്കാനാണ്, ഞാൻ അപ്പ് എന്ന് വെച്ചാൽ കോൾ അപ്പിലേക്ക് എടുക്കാനാണ് സിഗ്നൽ തന്നിരിക്കണേ. ഇത് 100% അപ്പിലേക്ക്, ഇത് ഈ ഒരു ക്യാൻഡിൽ വന്നിട്ടില്ല എന്ന് വെക്കുക. ഓക്കെ, 11:34 ക്യാൻഡിലിന് നിങ്ങളോട് അപ്പ് എടുക്കാൻ പറയുന്നു. 11:33 ക്യാൻഡിൽ ഇത് നോക്കിയേ, ഇത് ഡോജിയാണ്. ഡോജി എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ ബോഡി, ഈ ബോഡി വളരെ തിന്നായതും
അതേപോലെ വിക്ക് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും വിക്കുള്ളതും ഇതിനൊക്കെ ഡോജി എന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെ ഒരു ഡോജി ഫോം ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, ഇപ്പോൾ ഈ ഒരു സംഗതി ഇൻവെർട്ടർ ഹാമർന്നോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. പക്ഷേ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ബോഡീനേക്കാട്ടും കൂടുതൽ വിക്ക് അല്ലെങ്കിൽ ഷാഡോ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ വാല് അങ്ങനെ അത് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ 11:34 ട്രേഡ് സിഗ്നൽ എടുക്കരുത്. അതാണ് റൂൾസ് എഗനിസ്റ്റ് എന്ന് പറയാം, RA. മനസ്സിലാവുന്നുണ്ടോ? ഇത് ചിലപ്പോൾ വിന്നാവാം, ഇതിപ്പോൾ കണ്ടോ, ഇത് വിന്നാവാം, പക്ഷേ 90% അത് ലോസ് ആവാനാണ് ചാൻസ്. മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെ ഡോജി വന്നു കണ്ടോ, ഇവിടെ നോക്കി, ഇതേപോലെ ഡോജികളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ക്യാൻഡിൽ, ഇപ്പോൾ നിങ്ങൾ എടുക്കാൻ പോകുന്ന സിഗ്നലിൻ്റെ തൊട്ട് മുമ്പിലുള്ള ക്യാൻഡിൽ, തൊട്ട് മുമ്പിൽ അല്ലെങ്കിൽ പിന്നിലുള്ള ക്യാൻഡിൽ നിങ്ങൾ നോക്കുക. അത് ഡോജി ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ സിഗ്നൽ നിങ്ങൾ എടുക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്തത് എന്താണ്? അവോയ്ഡ് ബാക്ക് ടു ബാക്ക് 3 ഓപ്പോസിറ്റ് ക്യാൻഡിൽ. ഇനി അതാണ് നോക്കേണ്ടത്. എന്താണെന്ന് പറയണത്? ഒരു ട്രേഡ് എടുക്കാൻ പോകുമ്പോൾ അത് ഏത് ദിശയിലേക്കാണോ, എങ്ങോട്ടാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ട്രേഡ് എടുക്കുന്നതാണ്. ഇപ്പോൾ 11:18 ഇവിടെ നോക്കണേ, 11:18 നിങ്ങൾക്ക് ഇവിടെ ഒരു ഡൗണിലേക്കൊരു എൻട്രി ഉണ്ടെന്ന് നോക്കുക. അപ്പിലേക്കല്ല, നിങ്ങൾക്ക് ഡൗണിലേക്കൊരു എൻട്രി ഞാൻ തന്നു നോക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 11:17 11:16 11:15 ഈ 3 ക്യാൻഡിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് നിങ്ങൾ ഈ ട്രേഡ് വരുന്ന സമയം. ഉണ്ടോ? ഈ 3 ക്യാൻഡിലും ഒരേ കളറാണെങ്കിൽ, ഇപ്പോൾ റെഡ് നിങ്ങൾ താഴോട്ട് തരുമെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ക്യാൻഡിലിൻ്റെ കളർ എന്താണ്? റെഡ് അല്ലേ? അപ്പോൾ ക്യാൻഡിലിൻ്റെ കളർ റെഡ് ആണെങ്കിൽ ഓപ്പോസിറ്റ് കളർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഗ്രീൻ ആയിരിക്കും. ആ ഗ്രീൻ 3 കളർ അടുപ്പിച്ച് വരികയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്യാൻഡിൽ ഫോം ആയിട്ടില്ല. ഈ 3 ക്യാൻഡിൽ കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് 3 ഗ്രീൻ ആണെന്ന് അല്ലേ? അപ്പോൾ നിങ്ങൾ അടുത്ത് എന്ത് ചെയ്യും? ഡൗണിലേക്കുള്ള ട്രേഡ് അവിടെ എടുക്കരുത്. 90% അത് ലോസ് ആവാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുക്കരുത്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആക്യുറസി കൂടുതലാവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ചെയ്യാനുള്ളത് കൂടുതലാവും, വിന്നിങ് റേഷ്യോ കൂടുതലാവും. ഇനി ഞാൻ 11:32 ഇവിടെ ഞാനൊരു അപ്പിലേക്ക് നിങ്ങൾക്കൊരു ട്രേഡ് തന്നു. അപ്പോൾ നിങ്ങൾ വന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോൾ നിങ്ങൾക്ക് 1 2 3 റെഡ് ക്യാൻഡിൽ വന്നു. എന്നുവെച്ചാൽ 3 ഓപ്പോസിറ്റ് ക്യാൻഡിൽ വന്നു. അങ്ങനെയാകുമ്പോൾ കാരണം വെച്ചാൽ നോക്കിക്കേ, ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഈ 3 റെഡ് ക്യാൻഡിൽ വന്നു, മറ്റേ ക്യാൻഡിൽ ഫോം ആയിട്ടില്ല. അടുത്ത 11:32 ഞാൻ അപ്പിലേക്ക് എടുക്കാൻ പറയണേ. അപ്പോഴത്തേക്ക് 3 ക്യാൻഡിൽ ഇവിടെ റെഡ് വന്നു. 11:31 വരെ എന്ത് ചെയ്തു? റെഡ് ക്യാൻഡിൽ വന്നു, 3 ക്യാൻഡിൽ വന്നു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇത് എടുക്കരുത്, ഈ സിഗ്നൽ നിങ്ങൾ എടുക്കരുത്. 90% അത് ലോസ് ആവാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ എടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഈ പറയണതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് സിഗ്നൽ അങ്ങോട്ട് തന്നാൽ മതി, വെറുതെ അങ്ങോട്ട് തന്നാൽ മതി അല്ലേ? വെറുതെ അങ്ങ് തന്നാൽ മതി. തന്നിട്ട് നിങ്ങൾ എടുക്കോ, വിന്നാവോ ലോസാവോ എന്തായാലും ആയിക്കോട്ടെ എന്നുള്ള വിചാരിക്കും. ഓക്കെ, പക്ഷെ അങ്ങനെ പറ്റാത്തത്, അങ്ങനെ മറ്റുള്ള ഗ്രൂപ്പിനെ പോലെ എനിക്ക് പറ്റാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉപയോഗിക്കുന്ന ടേൺ ഓവർ ലിങ്കാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ടേൺ ഓവർ ലിങ്ക് എന്താണെന്നും അതുപോലെ തന്നെ റവന്യൂ ലിങ്ക് എന്താണെന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ നമ്മുടെ ഗ്രൂപ്പിലിട്ടുണ്ട്. ഒരു ബ്രീഫായിട്ട് ഞാൻ പറയാം. ഓക്കെ, ടേൺ ഓവർ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട്, നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടായാൽ മാത്രമേ എനിക്ക് അതിൽ നിന്നൊരു കമ്മീഷൻ കിട്ടുള്ളൂ. ഒരു ചെറിയൊരു വിധത്തിൽ ഒരു 2-3% കമ്മീഷൻ എനിക്കതിൽ നിന്ന് കിട്ടും നിങ്ങൾ വിന്നായി കഴിഞ്ഞാൽ. ഓക്കെ, അതിനാണ് ടേൺ ഓവർ ലിങ്ക് എന്ന് പറയുന്നത്. ടേൺ ഓവർ ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ അക്കൗണ്ട് എൻ്റെ അണ്ടറിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നവർക്കാണ് നമ്മുടെ VIP ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നത് അല്ലേ? ഓക്കെ, ഇനിയൊരു ലിങ്ക് ഉണ്ട്, റവന്യൂ ലിങ്ക്. റവന്യൂ ലിങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. ആ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 30-40%, 50%, 20% അങ്ങനെയുള്ള നല്ല പ്രോഫിറ്റ് എനിക്ക് കിട്ടും. അത് ലോസ് ആയി കഴിഞ്ഞാൽ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നിങ്ങളെ ലോസ് ആക്കാനാണെങ്കിൽ എനിക്ക് ഈ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങളെ എന്താക്കണം? എനിക്കിപ്പോൾ നിങ്ങളെ വിന്നാക്കണം. അങ്ങനെ നിങ്ങളെ വിന്നാക്കുന്നത് കൊണ്ടാണ് ലോസായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾ ലോസായി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ എനിക്ക് കിട്ടുന്ന കമ്മീഷനൊക്കെ എന്താവും? മൈനസായി മാറും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ മൈനസ് ആവാതിരിക്കാൻ അപ്പോൾ എനിക്കും കിട്ടേണ്ട കുറച്ച് പൈസ എനിക്കും കിട്ടണ്ടേ? അപ്പോൾ അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ തമ്മിൽ 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബെനിഫിറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ എന്തേ ചെയ്യുള്ളൂ? നിങ്ങൾക്ക് വിന്നാവാനല്ലേ നോക്കുള്ളൂ.
അല്ലേ? അങ്ങനെ വിന്നാക്കാൻ നോക്കുന്നുകൊണ്ടാണ് നമുക്ക് ഇതേപോലത്തെ റിസൾട്ട് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ഞാനിവിടെ റവന്യൂ ലിങ്കാണ് ഞാൻ ഉപയോഗിക്കുന്നതെങ്കിൽ എന്താ തന്നെ നിങ്ങൾ വിന്നാവുമ്പോൾ എനിക്ക് ഹൈ ലോസ് അവിടെ വരും. ഞാൻ ടേൺ ഓവർ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് വിന്ന് വന്നതുകൊണ്ടാണ് എനിക്കും അതിൽ നിന്നൊരു ബെനിഫിറ്റ് കിട്ടുകയും ഞാൻ ഇതേപോലുള്ള ട്രേഡിങ്ങിൻ്റെ സക്സസ്ഫുൾ ട്രേഡറാക്കി നിങ്ങൾക്കും പിന്നെ കിട്ടണം. അല്ല നിങ്ങളുടെ പിച്ച എന്താ പറയുക ചട്ടിയിൽ എന്താ പറയുക എടുത്ത് നിങ്ങളെ നശിപ്പിച്ചുകൊണ്ട് എന്താ പറയുക ചെയ്യുന്ന പരിപാടി തൽക്കാലം മായവി ട്രേഡിങ്ങിനില്ല. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇതേപോലത്തെ വീഡിയോകളും സ്ട്രാറ്റജികളും ഒക്കെ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിലൊക്കെ ഇടുന്നത്. പല പല സ്ട്രാറ്റജികൾ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ വിന്നിങ് റേറ്റും റേഷ്യും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാവുന്നുണ്ടോ? ഇനിയിപ്പോൾ എങ്ങാനും ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ ആ ലോസിന് റിക്കവറി ചെയ്തിട്ടേ നമ്മൾ ഇതാക്കുള്ളൂ. ഒരു സെക്ഷന് നമ്മൾ അങ്ങനെ ഇതായിട്ട് ക്ലോസ് ചെയ്യാനുള്ളത് ഇല്ല. ഓക്കെ, അപ്പോൾ കണ്ടോ ഒരുപാട് സെക്ഷൻസുകൾ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ ഏകദേശം വൈകുന്നേരം വരെ നമ്മൾ രാത്രി വരെ നമ്മൾ ട്രേഡ് കണ്ടിന്യൂസ് എടുക്കുന്നുണ്ട് കേട്ടോ. 10 മണി, 11 മണി, 12 മണി, 1 മണി, 2 മണി, 9 മണി, 10 മണി. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മുഴുവനായിട്ട് എടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ഇതിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എടുത്തോ. നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇത് മുഴുവൻ എടുത്തോ ഈ ട്രേഡ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഡെമോ അക്കൗണ്ടിലൊക്കെ ഒന്ന് ഇതൊക്കെ നോക്കി പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ഓക്കെ എനിക്കിത് പറ്റും, എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഇതിലേക്ക് നിങ്ങൾ ഈ ഒരു സിഗ്നലിൽ ഇതിലേക്ക് അല്ലെങ്കിൽ മായാവി ട്രേഡിലേക്ക് കയറിയാൽ മതി. ഓക്കെ, ഇനി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് അൾട്രാ VIP ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ മിനിമം നിങ്ങളുടെ അക്കൗണ്ടിൽ $20 ബാലൻസ് ഉണ്ടായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ബാങ്കിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർ പറയുന്നത് എന്താണ്, 1000 രൂപ നിങ്ങൾക്ക് മിനിമം, ഞാനൊരു കോമൺ ആയിട്ടുള്ളൊരു ഇത് പറയണേ, 1000 രൂപ നിങ്ങൾക്ക് മിനിമം നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബാങ്കിലെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതിനർത്ഥം നിങ്ങൾ 1000 രൂപ കൊണ്ട് നിങ്ങൾക്ക് എല്ലാം സാധിച്ചു എന്നാണോ? ഇല്ല. ആ അക്കൗണ്ട് അവിടെ ഓപ്പൺ ചെയ്തിട്ട് പിന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ബൾക്ക് എമൗണ്ട് ഇടുന്നത്, നിങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള പൈസ ഇടുന്നത്, വിഡ്രോ ചെയ്യുന്നത് ഒക്കെ. മനസ്സിലാവുന്നില്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ VIP ഗ്രൂപ്പിലേക്ക് ചേരുവാൻ അല്ലെങ്കിൽ ഇതാവാൻ വേണ്ടി നിങ്ങൾക്കൊരു മിനിമം ബാലൻസ് $20 വേണം. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, ട്രേഡ് ചെയ്യാനുള്ള എമൗണ്ട് നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇവിടെ സാധാരണ നമ്മൾ കുറേ പേര് എന്താ ചെയ്യുന്നത്, ഈ $20 തന്നെ ട്രേഡ് എടുക്കാൻ നോക്കും. അങ്ങനെ ആകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ അതിനെ റിക്കവർ ചെയ്യാൻ എന്താ നമുക്ക് വേണ്ടത്? അഫ്കോഴ്സ് നോളജ് വേണം. എന്താ വേണ്ടത്? മണി മാനേജ്മെൻറ്റ് പ്രകാരമുള്ള എന്ത് വേണം? ക്യാപിറ്റൽ വേണം. നമുക്ക് ക്യാപിറ്റൽ ഉണ്ടെങ്കിലേ നമുക്ക് മണി മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റൂ. പൈസ ഉണ്ടെങ്കിലേ നമുക്ക് മണി മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റൂ. പൈസ ഉള്ളവർക്കേ സക്സസ് ആവാൻ പറ്റുള്ളൂ, അല്ലേ? അങ്ങനെ ആ മണി മാനേജ് ചെയ്താൽ മാത്രമേ ഉള്ളൂ. കാരണം വെച്ചാൽ ഞാൻ ഇന്നൊരു കോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒന്ന് ലാസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് എൻ്റെ മൈൻഡിൽ വന്നൊരു കോട്ടാണ്. ഓക്കെ, ഫോർ എ സക്സസ്ഫുൾ ട്രേഡർ എന്താ വേണ്ടത്? 10% സ്ട്രാറ്റജി മതി. നമ്മുടെ അറിവ് 10% മതി. എല്ലാവരും 50% വേണം, ഇത് വേണം. എൻ്റെ അഭിപ്രായത്തിൽ അതൊന്നും വേണ്ട. 10% നിങ്ങൾക്കൊരു നോളജ് മതി. ഞാനൊരു സുഹൃത്തിനോട് ഇന്നൊരു വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു മൂവിങ് ആവറേജ്, ഒരു 50 മൂവിങ് ആവറേജ്, അതിൻ്റെ അപ്പ് പോയി കഴിഞ്ഞാൽ ബൈ എടുക്കാനും അതിന് ഡൗൺ പോയി കഴിഞ്ഞാൽ സെല്ല് ചെയ്യാനുമുള്ള ആ ഒരു നോളജ്, അതാണ് 10% എന്താ പറയുക നിങ്ങളുടെ സ്ട്രാറ്റജി മതി. അത്ര അറിവ് മതി. പിന്നെ അതിനെ പ്രാക്ടീസാണ്. അതിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് എവിടെയൊക്കെയാണ് നമ്മൾ എടുക്കേണ്ടത്, എവിടെയൊക്കെയാണ് നമ്മൾ എടുക്കരുത് എന്നൊക്കെയുള്ളത് നമുക്ക് പിന്നെ മനസ്സിലാവും. പിന്നെ 90% മണി മാനേജ്മെൻറ്റാണ് നമുക്ക് വേണ്ടത്. മണി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സഫിഷ്യൻറ്റ് ക്യാപിറ്റൽ ആൻഡ് അതിനെ യൂട്ടിലൈസ് ചെയ്യുന്ന രീതി. മനസ്സിലാവുന്നുണ്ട്? ഇതൊക്കെ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മണി മാനേജ്മെൻറ്റ് ഷീറ്റ് ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കോട്ടക്സിൻ്റെ നമ്മുടെ ലിങ്ക് ഉണ്ടാവും, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഓൾറെഡി അക്കൗണ്ട് ഉള്ള ആളാണെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ഹിസ്റ്ററിയൊക്കെ ഡിലീറ്റ് ചെയ്ത്, കാരണം ബെറ്റർ വേയിൽ ഞാൻ പറയുന്നു, ഹിസ്റ്ററിയൊക്കെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം പുതിയ ഒരു ജിമെയിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾ നമ്മുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത്, എങ്ങനെയൊക്കെ ട്രേഡ് എടുക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞു. ഇത് തന്നെയാണ് നമ്മുടെ AI ഗ്രൂപ്പിലും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാൻ AI ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യാത്തതെന്ന് വെച്ചാൽ ഓൾറെഡി സിഗ്നൽ അവിടെ കൊടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രൈവസി ഇതുകൊണ്ട് ഞാൻ മാത്രം അത് ഓപ്പൺ ചെയ്യുന്നില്ല. അപ്പോൾ AI ഗ്രൂപ്പിൽ ഇതേപോലെ തന്നെയാണ്. ഡോജി വന്ന ട്രേഡ് എടുക്കരുത്, കണ്ടിന്യൂസ് ഓപ്പോസിറ്റ് ക്യാൻഡിൽ വന്ന ട്രേഡ് എടുക്കരുത്, ബാക്കിയൊക്കെ അങ്ങോട്ട് എടുത്തേക്കുക. അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് പ്രോഫിറ്റ് വന്നാലേ നമുക്ക് പ്രോഫിറ്റ്. ഇപ്പോൾ പല ഗ്രൂപ്പുണ്ട്. നമ്മളെങ്ങനെ ലോസ് ചെയ്ത് വിടും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ആരെയും ബ്ലെയിം ചെയ്ത് പറയുന്നില്ല, ആരെയും മോശമായിട്ട് പറയുന്നില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ. ഓക്കെ, അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇവിടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്തെങ്കിലും കിട്ടുന്നുണ്ട് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അത് നേരായ മാർഗത്തോടെ ലഭിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളെ എല്ലാവരെയും ഞാൻ എന്ത് ചെയ്യണത്, വിന്നാക്കിയിട്ട് ഞാനിതാക്കും. മനസ്സിലാവുന്നുണ്ടോ? അല്ല, ലോസ് ആക്കിയിട്ട് നിങ്ങളുടെ പൈസയും പോയി എന്നിട്ട് അതിന്ന് ഞാൻ നക്കിയെടുക്കുന്ന പരിപാടി മായാവി ട്രേഡിങ്ങിന് ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സക്സസ്ഫുൾ ട്രേഡറായിട്ട് നിങ്ങൾക്ക് ഇതാവും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത്. VIP ഗ്രൂപ്പിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.